എൻ്റെ ആധാരം വെച്ച് മറ്റൊരാൾ ലോൺ എടുത്താൽ അതിൻ്റെ പലിശയുമായി എനിക്ക് വല്ല കുറ്റവും ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സിസ്റ്റമാണല്ലോ. പെട്ടെന്ന് നേരത്തെ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, അതായത് ഉംറക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഉംറ ചെയ്യുന്ന വ്യക്തി പലിശയുമായി ബന്ധപ്പെടുന്നില്ല, പക്ഷെ കൊണ്ടുപോയ വ്യക്തി പലിശയുമായി ബന്ധപ്പെടുന്ന ആളാണ്. അപ്പോൾ ഇയാളുടെ ഉംറ സ്വീകരിക്കുമോ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരാൾ കടക്കണിയിൽപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായി, അപ്പോൾ ആധാരം കൊടുത്ത് സഹായിച്ചാൽ അത് തെറ്റാകുമോ എന്നാണ്. ഇവിടെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു, വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആളുകൾ ഈ പലിശയുമായി ബന്ധപ്പെടുന്നത്. ആളുകളുടെ കയ്യിലുള്ള ധൈര്യം എന്തെന്ന് വെച്ചാൽ, ഭാര്യൻ്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ, അത് വിൽക്കാമെന്നല്ല, മറിച്ച് അത് പണയം വെക്കാം. അപ്പോൾ നമ്മളെ മോളുടെ തക്കാരം ഉഷാറായിട്ട് നടത്താൻ കഴിയും, അത് നമ്മൾ വീട് പെയിൻ്റ് അടിക്കാൻ കഴിയും. ഇനിയോ അതല്ല, നമ്മളെ വീട് എന്താ പണയം വെക്കും, നമ്മളെ വീടല്ലേ, പണയം വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, നമ്മളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് പണയം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പലിശ തന്നെയാണ്. അങ്ങനെ ആ പലിശ ബാങ്കിൽ കൊണ്ടുപോയി ആധാരം കൊടുക്കുന്നു, സ്വർണം കൊടുക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ആളുകളുടേത് ചോദിക്കും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ അൽ മുസബ്ബിബ്, ഇത് കാരണക്കാരനാരാണ്, ഇത് കൊടുക്കുന്ന ആളാണ്. ഈ കാരണക്കാരന് കൊടുക്കുന്ന വ്യക്തിയാണ്. അത് അയാളുടെ സ്വർണം കൊടുത്താലും ശരി, അല്ലെങ്കിൽ ആധാരം കൊടുത്താലും ശരി, ഈ തിന്മക്ക് കൂട്ടുനിൽക്കാൻ സഹായിക്കുന്നത് ഈ വ്യക്തിയാണ് എന്നതുകൊണ്ട് അയാൾ അതിൻ്റെ പാപഭാരം പേറേണ്ടി വരും. അത് പിന്നെ ചോദിക്കും ആളുകൾ. ഇപ്പോൾ ഈ പലിശയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉസ്താദന്മാരോടും മൗലവിമാരോടും എന്നാൽ നിങ്ങൾ പൈസ തരും എന്ന് പറയും. ഞങ്ങൾ പ്രശ്നം പരിഹരിക്കും, നിങ്ങൾ പൈസ തരും. ഒരു നല്ല നീയത്തോടു കൂടിയുള്ള ചോദ്യമല്ല അത്. പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ അത് അടങ്ങാതിരിക്കുമ്പോഴാണ്, അമിതമാകുമ്പോഴാണ് ഇത്തരം വലിയ പണത്തിൻ്റെ പിന്നാലെ ആവശ്യങ്ങളായി വരുന്നത്. അപ്പോൾ അത് ഒന്ന് താഴ്ത്തിക്കൊണ്ട് ഒരു കനാത്ത്, ഉള്ളതിൽ സംതൃപ്തി നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടത്, ഉള്ളതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിൽ പഠിപ്പിക്കാനുള്ളത്. പിന്നെ രണ്ടാമത്തെ അതിനൊരു പരിഹാര മാർഗം എന്തെന്ന് വെച്ചാൽ, ഈ കടം കൊടുക്കാൻ തയ്യാറാകണം ആളുകൾ. ഇപ്പം പലിശയുടെ ദുരന്തത്തെക്കുറിച്ച് പിശുക്ക് ഉണ്ടാവുന്നു, ഇസ്ലാം വെച്ച് കാണിക്കുന്ന റഹ്മത്ത്, കാരുണ്യം എന്നൊന്ന് പലിശ മുഖേന ഇല്ലാതെ ആകുന്നു. അതുകൊണ്ട് തന്നെ കടം കൊടുക്കുക എന്നൊരു സംവിധാനം ഉണ്ടാവില്ല പലിശ ഉണ്ടെങ്കിൽ. ഇസ്ലാം പറയുന്നത് കടം കൊടുക്കുക, രണ്ടു വട്ടം കടം കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സ്വതക്ക കൊടുത്തവനെ പോലെയാണ്. അതേപോലെ തന്നെ പിന്നെ കടം തിരിച്ചടക്കാൻ സാധിക്കുന്നില്ല, അവധി നീട്ടി കൊടുക്കുക, ഇല്ലെങ്കിലോ കിട്ടിയ സംഖ്യ നിങ്ങൾ കമ്മിയാക്കി കൊടുക്കുക. ഇങ്ങനെ റഹ്മത്തിൻ്റെ വശമാണ് ഇസ്ലാം കാണിക്കുന്നത്. എന്നാൽ പലിശ ഒരു രാജ്യത്ത് നിലനിന്ന് കഴിഞ്ഞാൽ എവിടെയും കടം കിട്ടില്ല. അതുകൊണ്ട് തന്നെ കടം കൊടുത്ത് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിന് കൂട്ടായ്മകൾ ഉണ്ടാകുക, കുടുംബങ്ങൾ സഹകരിക്കുക. അപ്പോഴാണ് ഈ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് പരിഹാര മാർഗം. അതെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു കമ്പാരിസണാണ് എല്ലാവരും ചെയ്യുക, പരസ്പരം ഒരു താരതമ്യം. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ അവർ കാറ് വാങ്ങിച്ചാൽ നമ്മളും കാറ് വാങ്ങണം. അതുപോലെ അവിടെ വീടിന് കുറച്ച് ഇപ്പം നേരത്തെ സാദിഖ് മദീനി പറഞ്ഞ പോലെ വീടിൻ്റെ മേലെ പിന്നെ ഒരു രണ്ടോ മൂന്നോ റൂം എടുക്കണം തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഒരു മാനസികാവസ്ഥ ആ ഒരു കമ്പാരിസണിലൂടെ വരുമ്പോഴാണ് കൂടുതലും ഇത്തരം ലോണിലേക്കൊക്കെ ആളുകൾ, കുറേ അനാവശ്യങ്ങളും പൊങ്ങച്ചങ്ങളും ഒക്കെയാണ്, അത്യാർത്ഥികളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അതൊക്കെ എന്നാൽ അത്യാവശ്യങ്ങളുണ്ടാകും, ഇപ്പോൾ രോഗത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും, അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ മറ്റു പല വഴികളും, അതിനാണ് ഇസ്ലാമികമായ സദഖകൾ, സക്കാത്തുകൾ ഒരു സമൂഹം പ്രാക്ടിക്കലാക്കുകയാണെങ്കിൽ അതിനൊക്കെ പരിഹാരമാർഗ്ഗമാണ്. അതുകൊണ്ട് നിരീശ്വരവാദികളായ ആളുകൾ പോലും, എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദി ദൈവബോധം ഇല്ലാത്ത ആളുകൾ പോലും അവർ ഇസ്ലാമിൻ്റെ എക്കോണമി അതാണ് ഏറ്റവും നല്ലത് എന്നവർ പറയുന്നത്.